ഹെസക്കിയേൽ 13 അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിലെ പ്രവാചകന്മാർക്കെതിരായി നീ പ്രവചിക്കുക. സ്വന്തമായി പ്രവചനങ്ങൾ നടത്തുന്നവരോട് പറയുക, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ഭോഷന്മാരായ പ്രവാചകന്മാർക്ക് ദുരിതം. ഇസ്രായേലെ, നിന്റെ പ്രവാചകന്മാർ നാശകൂമ്പാരങ്ങൾക്കിടയിൽ കഴിയുന്ന കുറുനരികളെ പോലെയാണ്. കർത്താവിൻ്റെ ദിനത്തിൽ ഇസ്രായേൽ ഭവനയുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ കോട്ടയിലെ വിള്ളലുകൾ പരിശോധിക്കുകയോ കോട്ട പുതുക്കി പണിയുകയോ ചെയ്തില്ല. അവർ കള്ളം പറയുകയും വ്യാജപ്രവചനം നടത്തുകയും ചെയ്യുന്നു. കർത്താവ് അവരെ അയച്ചിട്ടില്ലെങ്കിലും കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവർ പറയുകയും അവിടുന്ന് അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാതിരിക്കെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ മിഥ്യാദർശനം കാണുകയും വ്യാജപ്രവചനം നടത്തുകയുമല്ല ചെയ്തത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ വ്യാജം പറഞ്ഞതുകൊണ്ടും മിഥ്യാദർശനം കണ്ടതുകൊണ്ടും ഇതാ ഞാൻ നിങ്ങൾക്കെതിരാണ്. ദൈവമായ കർത്താവാണിത് പറയുന്നത്. വ്യാജം പ്രവചിക്കുകയും വ്യർത്ഥ ദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്കെതിരെ എൻ്റെ കരമുയരും. എൻ്റെ ജനത്തിൻ്റെ ആലോചനാ സംഘത്തിൽ അവരുണ്ടായിരിക്കുകയില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ വംശാവലിയിൽ അവരുടെ പേരെഴുതപ്പെടുകയില്ല. അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയുമില്ല. ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ളപൂശി. കോട്ടയ്ക്ക് വെള്ള പൂശുന്നവരോട് പറയുക, അത് നിലം പരിശാകും. പെരുമഴ പെയ്യും, വലിയ കന്മഴ വർഷിക്കും, കൊടുങ്കാറ്റടിക്കും. കോട്ട നിലം പതിക്കുമ്പോൾ നിങ്ങൾ വെള്ളപൂശിയ കുമ്മായം എവിടെയെന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയില്ലേ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റ് അഴിച്ചുവിടും. എൻ്റെ കോപത്തിൽ ഒരു പെരുമഴ വർഷിക്കും. എൻ്റെ ക്രോധത്തിൽ എല്ലാം നശിപ്പിക്കുന്ന കന്മഴ അയക്കും. നിങ്ങൾ വെള്ളപൂശിയ കോട്ട ഞാൻ തകർക്കും. അസ്ഥിവാരം തെളിയത്തക്ക വിധം ഞാൻ അതിനെ നിലം പതിപ്പിക്കും. അത് നിലം പതിക്കുമ്പോൾ അതിനടിയിൽപ്പെട്ട നിങ്ങളും നശിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കോട്ടയും അതിന് വെള്ളപൂശിയവരും എൻ്റെ ക്രോധത്തിനിരയാകും. ഞാൻ നിങ്ങളോട് പറയും, കോട്ടയോ അതിന് വെള്ളപൂശിയവരോ അവശേഷിക്കുകയില്ല. ജെറുസലേമിനെ പറ്റി പ്രവചനങ്ങൾ നടത്തിയവരും സമാധാനമില്ലാതിരിക്കെ സമാധാനത്തിന് ദർശനങ്ങൾ കണ്ടവരുമായ ഇസ്രായേലിലെ പ്രവാചകന്മാരും അവശേഷിക്കുകയില്ല. ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത്. മനുഷ്യപുത്ര, സ്വന്തമായ പ്രവചനങ്ങൾ നടത്തുന്നവരായ നിന്റെ ജനത്തിൻ്റെ പുത്രിമാർക്ക് നേരെ മുഖം തിരിച്ച് അവർക്കെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യ മക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രചരടുകൾ നെയ്യുന്നവരും എല്ലാ വലിപ്പത്തിലുമുള്ളവരോട് തലയ്ക്ക് യോജിച്ച മൂടുപടമുണ്ടാക്കുന്നവരുമായ സ്ത്രീകൾക്കും ദുരിതം. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ജീവനെ വേട്ടയാടുകയും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയുമല്ലേ? ഒരു പിടിയവത്തിനും കുറച്ച് അപ്പ കഷ്ണങ്ങൾക്കും വേണ്ടി എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ എൻ്റെ പരിശുദ്ധിയിൽ കളങ്കം ചേർത്തു. നിങ്ങളുടെ വ്യാജവാക്കുകൾക്ക് ചെവി തരുന്ന എൻ്റെ ജനത്തിൻ്റെ കബളിപ്പിച്ച് ജീവിച്ചിരിക്കേണ്ടവരെ നിങ്ങൾ കൊല്ലുകയും ജീവിക്കാൻ പാടില്ലാത്തവരുടെ ജീവൻ പരിരക്ഷിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ പോലെ ഞാൻ സ്വതന്ത്രരാക്കും. നിങ്ങളുടെ മൂടുപടങ്ങൾ ഞാൻ കീറിക്കളയും. എൻ്റെ ജനത്തെ നിങ്ങളുടെ പിടിയിൽ നിന്ന് ഞാൻ വിടുവിക്കും. അവർ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇരയാവുകയില്ല. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത നീതിമാനെ നിങ്ങൾ നുണ പറഞ്ഞ് നിരാശനാക്കി. ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് തൻ്റെ ജീവൻ രക്ഷിക്കാതിരിക്കാൻ ദുഷ്ടനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിങ്ങളിനി മിഥ്യാദർശനങ്ങൾ കാണുകയില്ല, വ്യാജപ്രവചനങ്ങൾ നടത്തുകയുമില്ല. എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഹെസക്കിയേൽ 14 അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന്
എൻ്റെ മുമ്പിലിരുന്നു. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? ആകയാൽ നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വെച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും. വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണത്. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. വിഗ്രഹങ്ങളെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കളെ കൺമുമ്പിൽ തന്നെ വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് അകലുന്ന ഏതൊരുവനും, അവൻ ഇസ്രായേൽ ഭവനാംഗമോ ഇസ്രായേലിൽ പാർക്കുന്ന പരദേശിയോ ആയാലും, ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് എൻ്റെ ഹിതം ആരാഞ്ഞാൽ കർത്താവായ ഞാൻ തന്നെ അവന് മറുപടി കൊടുക്കും. ഞാൻ അവനെതിരെ മുഖം തിരിച്ച് അവനെ അടയാളവും പഴമൊഴിയുമാക്കും. എൻ്റെ ജനത്തിനിടയിൽ നിന്ന് അവനെ ഞാൻ വിച്ഛേദിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. പ്രവാചകൻ വഞ്ചിതനായി അവന് ഉത്തരം നൽകിയാൽ കർത്താവായ ഞാൻ തന്നെയാണ് ആ പ്രവാചകനെ വഞ്ചിച്ചത്. ഞാൻ അവനെതിരെ കരം നീട്ടി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ അവനെ തുടച്ചു നീക്കും. അവരിവരും ശിക്ഷിക്കപ്പെടും. പ്രവാചകനും പ്രവചനം തേടുന്നവനുമുള്ള ശിക്ഷ ഒന്നു തന്നെയായിരിക്കും. അത് ഇസ്രായേൽ ഭവനം എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുന്നതിനും തങ്ങളുടെ അപരാധങ്ങൾ കൊണ്ട് ഇനിമേൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്താതിരിക്കുന്നതിനും അവർ എൻ്റെ ജനം, ഞാൻ അവരുടെ ദൈവവുമായിരിക്കേണ്ടതിനും വേണ്ടിയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒരു ദേശം വിശ്വസ്ത വെടിഞ്ഞ് എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അവരുടെ അപ്പം ബലി വിലക്കുകയും അവരുടെ മേൽ ക്ഷാമം അയക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും. നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതിഹേതുവായ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദേശത്തിലൂടെ ഞാൻ വന്യമൃഗങ്ങളെ കടത്തിവിടുകയും അവ അതിനെ നശിപ്പിച്ച് വിജനമാക്കുകയും അവ മൂലം അവിടെ ആർക്കും വഴി നടക്കാനാവാതിരിക്കുകയും ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ഈ 3 പേരും ആ ദേശത്തുണ്ടെങ്കിൽ തന്നെ ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല. അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ആ ദേശം നിർജ്ജനമായി തീരും. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ഞാൻ ആ ദേശത്തിനെതിരെ വാളയച്ച് വാൾ ഈ ദേശത്തൂടെ കടന്നു പോകട്ടെ എന്ന് പറയുകയും അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ ഈ 3 പേരും ആ ദേശത്തുണ്ടെങ്കിലും ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല. അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആ ദേശത്തേക്ക് പകർച്ചവ്യാധി അയക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കാൻ രക്തച്ചൊരിച്ചിലൂടെ എൻ്റെ ക്രോധം വർഷിക്കുകയും ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ നോഹയും ദാനിയേലും ജോബും അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല. തങ്ങളുടെ നീതിഹേതുവായ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജെറുസലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും തുടച്ചു മാറ്റാൻ വാൾ, ക്ഷാമം, ഹിംസ്രജന്തുക്കൾ, പകർച്ചവ്യാധി എന്നിങ്ങനെ 4 കഠിന ശിക്ഷകൾ അയച്ചാൽ എത്ര അധികമായിരിക്കും നാശം. എങ്കിലും കുറേ പേർ അവശേഷിക്കും. അവർ പുത്രന്മാരെയും പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തെത്തും. നിങ്ങൾ അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ജെറുസലേമിൽ ഞാൻ വരുത്തിയ വിനാശത്തിൻ്റെയും അവിടെ ഞാൻ പ്രവർത്തിച്ച എല്ലാറ്റിൻ്റെയും കാരണം ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ആശ്വാസം തോന്നും. അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ഞാൻ അവിടെ ചെയ്തതൊന്നും കാരണമായിട്ടില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആശ്വസിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.